അത് പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. വാഗ അതിർത്തി പാകിസ്ഥാൻ അടച്ചു. ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്താനും തീരുമാനം. ദേശീയ സുരക്ഷാ സമിതിയുടെ തീരുമാനമാണ്. വ്യോമപാതയും അടച്ചിട്ടുണ്ട്. ബസന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ പാകിസ്ഥാനും കൈക്കൊള്ളുകയാണ്. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സഹകരണം ഏതാണ്ട് അടഞ്ഞ അധ്യായമായി മാറുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വാഗ അതിർത്തി അടച്ചിരിക്കുന്നു. നമ്മൾ നിലവിൽ അതിർത്തിയിൽ നിന്ന്, അതായത് 24 മണിക്കൂറാണ് ഇവിടെ നിന്നുള്ള പാക് സ്വദേശികൾക്ക് തിരികെ പോകാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. അവർ തിരികെ പോയാൽ ഉടൻ തന്നെ ഈ അതിർത്തി അടയ്ക്കുക എന്ന് പറയുന്നത് ഇന്ത്യയും തീരുമാനിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനു മുന്നോടിയായി വാഗ അതിർത്തി അടയ്ക്കാൻ ഉള്ള തീരുമാനം പാകിസ്ഥാനും കൈക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്താനുള്ള തീരുമാനവും ദേശീയ സുരക്ഷാ സമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായി വരികയാണ്. വ്യോമപാത അടച്ചിരിക്കുന്നു. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമപാത അടച്ചു. വിസ നൽകുന്നതും നിർത്തിവെച്ചിരിക്കുകയാണ്. ബസന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബസന്ത്, ഒരു കടുത്ത പ്രതിരോധ നടപടികൾ പാകിസ്ഥാനും സ്വീകരിക്കുന്നു. വിശദാംശങ്ങൾ. പാകിസ്ഥാനും നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ സുരക്ഷാ സമിതി യോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. ഇപ്പോൾ പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന നിർണായക തീരുമാനങ്ങൾ ഇതാണ്. ഒന്ന്, വാഗ അതിർത്തി, അതായത് അട്ടാരി എന്ന് പറയുന്ന സ്ഥലത്ത് വാഗ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്, വാഗ അതിർത്തി അടച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിവെക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾക്ക് പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ വിസകൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടു പോകാനാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിഖ് കാർ കൊഴിക്കുക, അല്ലെങ്കിൽ സിഖ് തീർത്ഥാടകർ കൊഴിച്ച് ബാക്കി എല്ലാവർക്കും, അതായത് സിഖ് തീർത്ഥാടകർ കർത്താർപൂർ ഇടനാഴി വഴി അവിടെ എത്തിയിട്ടുള്ള സിഖ് തീർത്ഥാടകർ ഒഴിച്ച് ബാക്കി സാർക്ക് ഉടമ്പടി പ്രകാരം ലഭിച്ചിട്ടുള്ള എല്ലാ വിസകളും റദ്ദാക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ തീരുമാനം. എല്ലാ ഇന്ത്യക്കാരും 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിട്ടു പോകണം എന്നുള്ളൊരു നിർദ്ദേശം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലൂടെയുള്ള ഇന്ത്യയുടെയും മറ്റ് രാജ്യങ്ങളുടെ എല്ലാ വ്യാപാരവും നിർത്തിവെക്കാനാണ് തീരുമാനം. പാകിസ്ഥാൻ സസ്പെൻസ് ഓൾ ട്രേഡ് വിത്ത് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ടു ആൻഡ് ഫ്രം എനി തേർഡ് കൺട്രി ത്രൂ പാകിസ്ഥാൻ. പാകിസ്ഥാൻ വഴിയുള്ള എല്ലാ വ്യാപാരങ്ങളും നിർത്തിവെക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പാകിസ്ഥാൻ ക്ലോസസ് എയർ സ്പേസ് ഫോർ ഓൾ ഇന്ത്യൻ ഓൺഡ് ആൻഡ് ഇന്ത്യൻ ഓപ്പറേറ്റഡ് എയർലൈൻസ്. മാത്രമല്ല, ഇന്ത്യ ഇന്നലെ എടുത്ത തീരുമാനത്തിന് സമാനമായി തന്നെ ഇന്ത്യയുടെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷനിലുള്ള ഇന്ത്യയുടെ പ്രതിരോധ അഡ്വൈസർമാർ, അല്ലെങ്കിൽ അറ്റാഷേമാർ എന്നറിയപ്പെടുന്ന അഡ്വൈസർമാരോട് ഇന്ത്യ വിട്ടുപോകാനും ഇപ്പോൾ പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനും തീർത്തും എതിരായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് വ്യോമപാത അടച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണ്. അത് ഇന്ത്യയെ വാണിജ്യപരമായി എന്തുകൊണ്ടാണ് ഇന്ത്യൻ നടപടികൾക്കുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണോ പാകിസ്ഥാൻ അതിനെ വിശദീകരിക്കുന്നത്? അതോ രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണോ? എന്തെങ്കിലും തരത്തിൽ, അതായത് ഈ തീരുമാനങ്ങൾക്കപ്പുറത്തുള്ള വിശദീകരണങ്ങൾ കൂടി വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നോ? ഇന്ന് ദേശീയ സുരക്ഷാ സമിതി യോഗം ചേർന്നത് തന്നെ ഇന്ത്യ ഇന്നലെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്ക് പ്രതികരണം നൽകാനാണ്, അല്ലെങ്കിൽ അതിനുള്ള മറുപടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ സുരക്ഷാ സമിതി യോഗം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചു ചേർത്തത്. അതിൽ സിവിലിയൻ മേധാവികൾക്ക് പുറമെ സൈനിക മേധാവികളും സൈനിക ഉപദേഷ്ടാക്കളും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു വലിയ വിശാലമായ അവരുടെ സുരക്ഷാ സമിതി, ഉപദേഷ്ടാ സമിതിയാണ്. ആ സമിതിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇന്ത്യൻ പൗരന്മാരോട് 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിട്ടുപോകാൻ പറയുന്നു. അതോടൊപ്പം തന്നെ വ്യാപാരം നിർത്തിവെക്കുന്നു, വാഗ അതിർത്തി അടയ്ക്കാൻ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ വ്യോമപാതയും അടച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായി ഇന്ത്യ എടുത്തിട്ടുള്ള സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാകിസ്ഥാന്റെ തീരുമാനം ഇനി ഔദ്യോഗികമായിട്ട് മിക്കവാറും വിദേശ മന്ത്രാലയത്തിന്റെ 4:45, അതായത് ഇന്ത്യൻ സമയം 4:45 വാർത്താ സമയം, പാകിസ്ഥാൻ സമയം 4:30 വാർത്താ സമ്മേളനം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യോമപാത അടയ്ക്കുന്നത് ഇന്ത്യയിലെ വിമാന കമ്പനികൾക്ക് ഏറെക്കുറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അത് റീറൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല
സർവീസുകൾ നടത്തുന്നതിന് സമയം കൂടുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളുടെ സമയം നീളുന്ന ഒരു സാഹചര്യം വരുന്നു, ചെലവേറുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ സാമ്പത്തികമായി ഞെരുക്കാൻ കഴിയുന്ന ഒരു മേഖല എന്നുള്ള നിലയ്ക്കാണ് ഇതെടുത്തിരിക്കുന്നത്. ഞാൻ ബാലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതിന് ശേഷമുള്ള ആ ഏകദേശം 5 മാസം സമാനമായ തരത്തിൽ പാകിസ്ഥാൻ വ്യോമപാത അടച്ചിരുന്നു. അന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾ വലിയ നഷ്ടം സഹിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭാഗികമായി 5 മാസം കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ തുറന്നെങ്കിലും പിന്നീട് പൂർണ്ണമായി തുറക്കുകയും സാധാരണഗതിയിലാകുകയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിദ്ദയിലേക്ക് സൗദി അറേബ്യയിലെ ഔദ്യോഗിക സന്ദർശനത്തിന് പാക് വ്യോമപാത വഴി ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹം സൗദിയിലേക്ക് പോയത്. പക്ഷേ തിരികെ വന്നപ്പോൾ ഈ പഹൽഗാം സംഭവത്തിന് ശേഷം വെട്ടിച്ചുരുക്കി അദ്ദേഹം മടങ്ങി വരുന്നത് പാക് വ്യോമപാത ഒഴിവാക്കിയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാധവ്.